ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പറവൂർ കച്ചേരിപ്പടി പള്ളിയുടെ കുരിശുപള്ളിയായ തത്തപ്പള്ളി പള്ളിയുടെ ചരിത്രകഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പറവൂരിന് തെക്ക് കിഴക്കായി കോട്ടുപള്ളി വില്ലേജിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് തത്തപ്പള്ളി. തത്തപ്പള്ളി എന്നും തത്തപ്പിള്ളി എന്നും വിളിക്കാറുണ്ട്. ഈ പേര് വരാനായിട്ട് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ കുടിയേറ്റക്കാരുടെ ദത്തന്മാരുടെ കുടിയേറ്റം കൊണ്ടാണ് ഈ പേരുണ്ടായത് എന്നാണ് ഒരു അനുമാനം. മറ്റൊരു അനുമാനം തത്തകൾ കൂടുകെട്ടി പാർത്തിരുന്ന പ്രദേശമായിരുന്നു ഇത് എന്നതുകൊണ്ടാണ് ഈ പേരുണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൻ്റെ ഭീകരത തത്തപ്പള്ളിയിലും നിലനിൽക്കുന്നുണ്ടെന്നാണ് ചരിത്രകാരന്മാരുടെ വീക്ഷണം. പടയോട്ടകാലത്ത് മതപരിവർത്തനം സംഭവിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് തത്തപ്പള്ളി എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇന്നു കാണുന്ന മുസ്ലിങ്ങളിൽ ഒരു വിഭാഗമെങ്കിലും അപ്രകാരമുള്ളവരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പടയോട്ടകാലത്ത് ഇവിടെ മുസ്ലിം പള്ളി സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ 1987 ജൂലൈ 20 തത്തപ്പള്ളി പ്രദേശത്തുള്ള 30ഓളം കത്തോലിക്ക കുടുംബങ്ങൾ കച്ചേരിപ്പടി പള്ളി വികാരിയായിരുന്ന ഫാദർ തോമസ് മേനാച്ചേരി മുഖേന താങ്കൾക്ക് ഒരു കുരിശുപള്ളിക്കുള്ള സ്ഥലം വാങ്ങണമെന്നും തങ്ങൾക്ക് ഏത് പള്ളിയിലേക്ക് പോകണമെങ്കിലും 7 കിലോമീറ്ററിനും കൂടുതൽ ദൂരം യാത്രയുണ്ട് എന്നും അതുകൊണ്ട് തങ്ങളാലാകുന്ന പണം സമാഹരിച്ച് വയ്ക്കാമെന്നും ബാക്കിയുള്ള പണം അധികൃതർ തരണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ഒരു അപേക്ഷ കൊടുക്കുകയുണ്ടായി എറണാകുളം അതിരൂപത മെത്രാസന മന്ദിരത്തിൽ. മാത്രമല്ല അവർ കുറച്ച് പിരിവെടുത്ത് 2000 രൂപയോളം ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. 1987 ഈ സംഭവം. പണ്ട് കൊച്ചാൽ അഥവാ വള്ളുവള്ളി പള്ളിയുടെ ഇടവകയുടെ ഭാഗമായിരുന്നു മന്നം തത്തപ്പള്ളി പ്രദേശങ്ങൾ. അതിൽ ഏതാനും കുടുംബങ്ങൾ കച്ചേരിപ്പടി പള്ളിയിൽ ഇടവക ചേരാൻ ആഗ്രഹിച്ചു. അവർ 1987 നവംബറിൽ വള്ളുവള്ളി വികാരിയുടെയും കച്ചേരിപ്പടി പള്ളിയുടെ വികാരിയായിരുന്ന തോമസ് മേനാച്ചേരി അച്ഛൻ്റെയും ശുപാർശകളോടെ പ്രസ്തുത കുടുംബങ്ങൾ അതിരൂപത കച്ചേരിയിലേക്ക് അപേക്ഷ കൊടുത്തു. 1987 നവംബർ 20 അതിരൂപത കച്ചേരിയിൽ നിന്നും നൽകിയ കൽപ്പന പ്രകാരം അവർ കച്ചേരിപ്പടി ഇടവകയുടെ ഭാഗമാവുകയും കച്ചേരിപ്പടി ഇടവകയുടെ അതിർത്തികൾ പുനർനിർണയം നടത്തുകയും ചെയ്തു. അപ്പോൾ കുറച്ച് പേര് ഈ കൊച്ചാൽ പള്ളിയിൽ നിന്ന് പോന്നില്ല, അവർ അവിടെ തന്നെ നിലനിന്നു. 1988 ഫെബ്രുവരി 22 കച്ചേരിപ്പടി പള്ളിയും അതിരൂപതയും ചേർന്ന് ഈ തത്തപ്പള്ളിയിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കാം എന്ന ധാരണയായി. എന്നാൽ അതിരൂപത കച്ചേരി പിന്നീട് അതിൽ നിന്ന് കൈയൊഴിഞ്ഞു. മേനാച്ചേരി അച്ഛൻ വീണ്ടും മെത്രാനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. സ്ഥലം അന്വേഷിച്ചപ്പോൾ 1 ഏക്കർ 15 സെൻറ്റ് വിസ്തീർണമുള്ള സ്ഥലം വളരെ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അത് മുറിച്ച് നൽകില്ല, ഒന്നായിട്ടേ കൊടുക്കുകയുള്ളൂ എന്നൊരു വ്യവസ്ഥ അവർ വെച്ചു. സെൻറ്റ് ഒന്നിന് 1250 രൂപ പ്രകാരം നൽകാമെന്ന് അവർ സമ്മതിച്ചു. അത് സമ്മതിച്ചത് സ്ഥല ഉടമകളായ ശ്രീമതി ലക്ഷ്മിക്കുട്ടി വാരസ്യാർ മുതൽ പേരാണ്. അച്ഛൻ വീണ്ടും അതിൻ്റെ അകത്ത് ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി അതിൽ നിന്നും 1250 നിന്ന് വീണ്ടും 100 രൂപ കുറച്ച് ആണ് ധാരണയായത്. മേൽപ്പറഞ്ഞ സ്ഥലത്ത് 30.6 സെൻറ്റ് സ്ഥലം 1988 ആഗസ്റ്റ് 22 കച്ചേരിപ്പടി പള്ളിയുടെ പേരിൽ വാങ്ങുകയും ബാക്കിയുള്ള 92.78 സെൻറ്റ് സ്ഥലം അതിരൂപതയുടെ പേരിൽ വാങ്ങുകയും ചെയ്തു. 1988 ആഗസ്റ്റ് 21 തത്തപ്പള്ളി പ്രദേശത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിൽ ബലിയർപ്പിക്കാനും ഒപ്പം മതബോധന ക്ലാസ്സുകൾ നടത്താനും സൗകര്യപ്പെടുന്ന വിധത്തിൽ ഒരു കെട്ടിടം 40,000 രൂപ ചെലവഴിച്ച്, പള്ളിയും ആണ് ഒപ്പം തന്നെ മതബോധന ഹാളും ആ രീതിയിൽ ചെലവഴിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അവരുടെ കൈവശം അന്ന് 15,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി 15,000 പിരിച്ചെടുക്കാമെന്നും പിന്നെ ഒരു 10,000 രൂപ കടമെടുക്കാമെന്നുമൊക്കെയാണ് അന്നത്തെ പൊതുയോഗം തീരുമാനിച്ചത്. 1988 ഡിസംബർ 9 മാർ ആൻ്റണി പടിയറ പണികൾ പൂർത്തിയാക്കിയ
പള്ളിയും മതബോധന ഹാളും കൂടി ചേർന്ന കെട്ടിടത്തിൻ്റെ ആശീർവദിച്ച് പടിയറപ്പിതാവ് അവിടെ ബലിയർപ്പിച്ചു. 1988 ഡിസംബർ മാസം മുതൽ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ബലി അർപ്പിക്കാൻ തുടങ്ങി. 1989 ജൂൺ മാസം മുതൽ കുട്ടികളുടെ വേദപാഠ ക്ലാസ്സുകൾ അവിടെ തന്നെ ആരംഭിച്ചു. തത്തപ്പള്ളിയിൽ സ്ഥലം വാങ്ങാനും കെട്ടിടം പണിയാനും അതിരൂപത കച്ചേരി വഴി തത്തപ്പള്ളി പള്ളിക്ക് വേണ്ടിയിട്ട് മലയാറ്റൂർ പള്ളിയിൽ നിന്നും കുറച്ച് തുക വായ്പ വാങ്ങിയിരുന്നു. 6 മാസത്തിനുള്ളിൽ അത് കൊടുത്തു തീർക്കാമെന്നും അത് സാധിച്ചില്ല എങ്കിൽ ഈ സ്ഥലത്തിൽ കുറച്ച് വിറ്റ് അതിൻ്റെ കടം വീട്ടിക്കൊള്ളാം എന്നുമൊക്കെയായിരുന്നു എഗ്രിമെൻ്റ് ആയിരുന്നത്. എന്നാൽ ആ എഗ്രിമെൻ്റൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. 1989 ഒക്ടോബർ മാസത്തിൽ മേനാച്ചേരി അച്ഛൻ സിമിത്തേരിയുടെ അനുവാദത്തിന് വേണ്ടി സർക്കാരിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചു. 1990 ഏപ്രിൽ 21 അതിരൂപത വകയായി ഉണ്ടായിരുന്ന 92.780 സെൻറ്റ് ഭൂമി അതിൻ്റെ അകത്ത് പകുതി 46 സെൻറ്റ് കച്ചേരിപ്പടി പള്ളിക്കും 46.780 സെൻറ്റ് സ്ഥലം തത്തപ്പള്ളി പള്ളിക്കും അതിരൂപത കച്ചേരി ഇഷ്ടദാനം ചെയ്തു. 1990 ഓഗസ്റ്റ് മാസത്തിൽ തത്തപ്പള്ളി പുരയിടത്തിൽ ഒരു നഴ്സറി സ്കൂൾ കെട്ടിടവും ഓഫീസ് മുറിയും പറമ്പിന് ചുറ്റുവേലിയും കിണറും പമ്പ് സെറ്റും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ പ്രത്യേക താല്പര്യമെടുത്ത് വിദേശ ഏജൻസിയിൽ നിന്നും 1,70,000 രൂപ സമ്പാദിക്കുകയും അങ്ങനെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. 1991 മാർച്ച് മാസത്തിൽ മേൽപ്പറഞ്ഞ പണികളൊക്കെ പൂർത്തിയാക്കി മേനാച്ചേരി അച്ഛൻ തന്നെ ആ കെട്ടിടം ആശീർവദിച്ചു. 1991 ജൂൺ മാസത്തിൽ തത്തപ്പള്ളിയിൽ നഴ്സറി സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 1992 ജൂൺ 11 സ്തുത്യർഹമായ 6 വർഷത്തെ സേവനത്തിന് ശേഷം മേനാച്ചേരി അച്ഛൻ സ്ഥലം മാറിപ്പോയി. 2007 ഫെബ്രുവരി 24 വർഗീസ് കട്ടയ്ക്കാത്തുട്ടച്ഛൻ വികാരിയായി. വർഗീസ് കട്ടയ്ക്കാത്തുട്ടച്ഛൻ്റെ കാലത്ത് 2011 ഫെബ്രുവരിയിൽ തത്തപ്പള്ളി പള്ളിയുടെ പുരയിടത്തിന് ചുറ്റും മതിലിന് വേണ്ടി ഫൗണ്ടേഷൻ പണിയാൻ ആരംഭിച്ചു. 2011 മാർച്ച് 26 4 വർഷത്തെ സേവനത്തിന് ശേഷം വർഗീസ് അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛൻ്റെ കാലത്ത് 2013 ജനുവരിയിൽ തത്തപ്പള്ളിക്ക് ഒരു പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഫണ്ട് ശേഖരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആദ്യം പണിത ഇതിന് കേടുപാടുകളൊക്കെ സംഭവിച്ചു. 2014 ആഗസ്റ്റ് 17 തത്തപ്പള്ളിയിൽ ഒരു പുതിയ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം മാർ സെബാസ്റ്റ്യൻ ഇടയന്തരത്ത് നിർവഹിച്ചു. 2015 ഫെബ്രുവരി 28 ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും ടോം മുള്ളഞ്ചിറ അച്ഛൻ വികാരിയാവുകയും ചെയ്തു. സാമ്പത്തിക പരാധീനത മൂലം സാവധാനമാണ് പള്ളിയുടെ പണികൾ പുരോഗമിച്ചത്. 2 ലക്ഷം രൂപ അതിരൂപതയിൽ നിന്ന് നേരിട്ട് സഹായം ഈ തത്തപ്പള്ളി പള്ളിക്ക് കൊടുത്തു. ഒപ്പം തന്നെ കച്ചേരിപ്പടി പള്ളിയിൽ നിന്നും 15 ലക്ഷം രൂപ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി നൽകുകയുണ്ടായി. 2018 ഫെബ്രുവരി 24 മുള്ളഞ്ചിറ അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും ദേവസി മാണിക്കത്താൻ അച്ഛൻ ചുമതലയേൽക്കുകയും ചെയ്തു. 2021 ആഗസ്റ്റ് 8 തത്തപ്പള്ളിയിലെ പുതിയ ദേവാലയം മാർ ആൻ്റണി കരിയിൽ കുദാശ ചെയ്തു. 2022 മാർച്ച് 12 4 വർഷത്തെ സേവനത്തിന് ശേഷം ദേവസി മാണിക്കത്താൻ അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും തോമസ് മംഗലശ്ശേരി അച്ഛൻ വികാരിയാവുകയും ചെയ്തു. 2022 ഒക്ടോബർ 15 7 മാസത്തെ സേവനത്തിന് ശേഷം മംഗലശ്ശേരി അച്ഛൻ സ്ഥലം മാറിപ്പോവുകയും പീറ്റർ കോയിക്കര അച്ഛൻ വികാരിയാവുകയും ചെയ്തു. ഈ ചുരുങ്ങിയ ചെറിയ പള്ളിയാണ്, പക്ഷേ ഉള്ള വിശ്വാസികൾ വളരെ താല്പര്യത്തോടുകൂടി ഇടപെടുന്ന ഒരു പള്ളിയാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.